കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിനും ആരാധകർ ഏറെയുണ്ട്. അച്ഛൻ പോയതോടെ അപാകെ തളർന്നുപോയ കിച്ചുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ കുടുംബവുമായിരുന്നു. രേണുവിൻ്റെയും കുടുംബത്തിനും ഒപ്പമായിരുന്നു സുധിയും കിച്ചുവും കഴിഞ്ഞിരുന്നത്. വിവാഹം കഴിഞ്ഞ് കൊല്ലത്തേക്കായിരുന്നു പോയത്. അവിടെ താമസിക്കുന്നിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് അച്ഛനും ഞാനും കോട്ടയത്തേക്ക് പോകുന്നത്. ആ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കില്ലായിരുന്നു. അടിച്ചിട്ട മുറിയിൽ കമ്പ്യൂട്ടർ ഗെയിമും കളിച്ചായിരുന്നു സമയം ചിലവഴിച്ചിരുന്നത്. ഒറ്റപ്പെട്ടതിനിടയിൽ ലഹരിയെ കൂട്ടുപിടിച്ചിരുന്നു. അച്ഛൻ വരുമ്പോൾ സംസാരിക്കുകയും വിശേഷങ്ങളെല്ലാം പറയുകയും ചെയ്യുമായിരുന്നു. കൂട്ടുകാരെ പോലായിരുന്നു ഞങ്ങൾ. വഴക്കൊക്കെ ഇടാറുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കും. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞ ദിവസം ആകെ തകർന്നു പോയിരുന്നു. രാവിലെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. ബൈക്കിൽ പോകുന്നതിനിടെ വിളിച്ചു നോക്കിയിരുന്നു. ഫോൺ എടുത്തില്ല. പിന്നെയാണ് അപകടത്തെക്കുറിച്ച് അറിയുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്നതിനായി തനിക്കൊപ്പം വന്നവർ ഫുഡ് കഴിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടെ അവർ വാർത്തയും കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ പോയി എന്നറിഞ്ഞപ്പോൾ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാണ്ടായിരുന്നില്ല. മരിച്ച ആളിൻ്റെ മകനാണ് കൂടെയുള്ളത് എന്നതുപോലും ചിന്തിക്കാതെയായിരുന്നു അവരുടെ പെരുമാറ്റം. വ്ലോഗിലൂടെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വാചാലനായിരുന്നു കിച്ചു. ചെറുപ്രായത്തിൽ ഇത്രയധികം ട്രോമ അനുഭവിച്ചു എന്നുള്ള തുറന്നുപറച്ചിലുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. ലഹരി ഉപയോഗം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വയം തിരുത്തുകയാണ്. പക്ഷേ ഇപ്പോഴും ഉപയോഗിക്കാനുണ്ടെന്ന് എന്ന തരത്തിൽ പലരും പറയുന്നു. കൂട്ടുകാരാണ് എല്ലാം മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചുപിടിച്ചത്. ഇപ്പോഴും എല്ലാത്തിനും അവരുണ്ട്. കോട്ടയത്തെ വീട്ടിൽ പഠനവും വ്ലോഗിങ്ങും ബിസിനസ്സുമൊക്കെ ആക്റ്റീവാണ് കിച്ചു. ഇടയ്ക്ക് കൊല്ലത്തേക്ക് പോവാറുണ്ട്. ഋതപ്പനെ കാണാൻ പോയപ്പോൾ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു. ചേട്ടനെ കണ്ടതും അത്രയും സന്തോഷത്തോടായിരുന്നു ഋതപ്പൻ വന്നത്. അവനെ പുറത്ത് കൊണ്ടുപോയി വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തുവായിരുന്നു കിച്ചു. അന്നാണ് ഒടുവിലെ കോട്ടയത്തെ വീട്ടിലേക്ക് പോയത്. സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് കുറച്ചു കാലം വരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ടീഷർട്ട് ബ്രാൻഡ് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെല്ലാം കിച്ചുവിൻ്റെ പുത്തൻ തുടക്കത്തിന് ആശംസ അറിയിച്ചിരുന്നു. അടുത്തിടെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിനും കിച്ചു പോയിരുന്നു. ആദ്യത്തെയാണ്. ഇതാദ്യമായി ഞാനൊരു ഉദ്ഘാടനത്തിന് ആകുകയാണെന്ന് കിച്ചു പറഞ്ഞപ്പോൾ ഇതൊരു തുടക്കം മാത്രം. ഇനി അങ്ങോട്ട് ഒത്തിരി പരിപാടികൾ തേടി വരട്ടെ എന്നായിരുന്നു കമൻറ്റുകൾ. ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകൾ കയ്യടി നേടുന്നു. അവനും കേറി വരട്ടെ. റാപ്പ് സോങ്ങിങ് പാടുന്നു, വൈറലാകുന്നു, മോഡലിങ്ങിൻ്റെ ഷൂട്ട് ചെയ്യുന്നു. അവൻ്റെ വീഡിയോകൾ കണ്ടിരുന്നു. ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നു. അതൊരു തുടക്കം ആവട്ടെ.